Hello guys, welcome back to my YouTube channel. ഇന്ന് ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചി. അന്നേരം പപ്പ ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. പപ്പ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പപ്പ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഞാൻ എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്നുള്ളത്. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഗ്രാമ്പു പട്ട ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ താരം ഒട്ടകം. അപ്പോൾ ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണിത്. അത് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ആ ഉള്ളി ഇഞ്ചിയും എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് തക്കാളിയും ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനിഷ്യലി നമ്മൾ ഇത്രയും പൊടികളാണ് ഇടുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചിക്ക് നല്ല വേവുള്ളത് കൊണ്ട് ഒരു 5-6 വിസിൽ വരെ നമുക്ക് അടിച്ചെടുക്കാം. കപ്പയോ ഒട്ടകവും കൂടെ കഴിക്കാനാണ് പരിപാടി. അന്നേരം പപ്പ അവിടെ കപ്പ ഞുറുക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മയാണ് കറി വെക്കുന്നത്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഉരുളി എടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ കപ്പ അടുപ്പേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല നോക്കാം. കാശ്മീരി ചില്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി. മസാല നല്ലപോലെ പച്ചമണം മാറിയെടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മുടെ വെന്ത ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മാറ്റി തരും കേട്ടോ. അപ്പോൾ ആദ്യം അനിയന് കൊടുത്തു, എനിക്ക് തന്നു, പിന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പപ്പ കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെയിനായിട്ട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക.